ഒരു എഫക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് വളരെ ലളിതമായിട്ട് പറയാം. അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന, ഒരുവിധം ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗംഭീരമായ ഒരു എഫക്റ്റാണ്. അതിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മനോഹരമായ കഥ നിങ്ങളോട് പറയാം. ആ കഥയിലൂടെ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. ഒരു ദിവസം രാവിലെ സ്മിത്ത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ വാച്ച് വാഷ് ബേസിൻ്റെ അടുത്തായി ഊരി വെച്ചു. ഈ വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന വാച്ച് നനയണ്ട എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ അതെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അതേസമയം സ്കൂളിലേക്ക് പോകാനായി ധൃതി പിടിച്ചൊരുങ്ങിയിരിക്കുന്ന അവരുടെ മകൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ബ്രെഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അറിയാതെ കൈ തട്ടി വാച്ച് നിലത്ത് വീണങ്ങ് പൊട്ടിപ്പോയി. തൻ്റെ വാച്ച് പൊട്ടിപ്പോയതിൻ്റെ ദേഷ്യത്തിൽ സ്മിത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകനോടും വല്ലാതെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. അവർ ഭയങ്കരമായിട്ട് അങ്ങ് ശകാരിച്ചു. ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ഭർത്താവ് തന്നോട് ദേഷ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തിരിച്ച് സംസാരിച്ചു. അങ്ങനെ വഴക്കിന് കുറച്ചുകൂടി ആക്കം കൂടി അങ്ങ് ചൂടുപിടിച്ചു. വഴക്കിനിടയിൽ ദേഷ്യത്തിലെ സ്മിത്ത് വീടിൻ്റെ വാതിലങ്ങ് ആഞ്ഞടിച്ച് പുറത്തേക്കിറങ്ങി കാർ ഓടിച്ച് ഓഫീസിലേക്ക് പോയി, ഭക്ഷണം പോലും കഴിക്കാതെ. ഈ ദേഷ്യത്തിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് മനസ്സിൽ തോന്നി, അയ്യോ, അർജൻറ്റായി ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് തനിക്കുണ്ടെന്നും അതിനുവേണ്ടി ഫയൽ വീട്ടിൽ വെച്ചിരിക്കുക, അത് എടുക്കാൻ ഞാൻ വിട്ടുപോയല്ലോ എന്നോർത്ത് തിരികെ വീട്ടിലേക്ക് ഓടി വണ്ടി തിരിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. പെട്ടെന്ന് ഭാര്യയെ വിളിച്ചു, ഇമ്മീഡിയറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരണം, എൻ്റെ ഫയൽ അതിനകത്ത് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിൽ മാത്രമാണ്, എനിക്ക് അതിനകത്ത് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഭാര്യ ഇത് കേട്ടുകൊണ്ട്, അയ്യോ, ഹസ്ബൻഡ് ഫയൽ എടുത്തില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് പോയേക്കാമെന്ന് കരുതിക്കൊണ്ട് ഓഫീസിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങുന്ന വഴി അടിച്ചു കെട്ടി താഴെ വീണ് കാല് ഫ്രാക്ചറായി. ഭർത്താവ് എങ്ങനെയൊക്കെയോ അതിനകത്ത് കയറി ഒരു വിധത്തിൽ ഫയലും എടുത്തുകൊണ്ട് നേരെ ഓഫീസിലേക്ക് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന ക്ലയൻറ്റ് ക്ഷമ അതിരുകെട്ട് ദേഷ്യപ്പെട്ട് ക്ലയൻറ്റ് ഇറങ്ങിപ്പോയി. ഉത്തരവാദിത്തമില്ലാത്തതിൻ്റെ പേരിൽ സ്മിത്തിനെ അദ്ദേഹത്തിൻ്റെ ബോസ് ഭയങ്കരമായിട്ട് ശകാരിച്ചു, വഴക്ക് പറഞ്ഞു. ഒപ്പം അദ്ദേഹത്തിന് ആ വർഷം കിട്ടിയിരുന്ന ബോണസും ക്യാൻസൽ ചെയ്തു, ദേഷ്യം കൊണ്ട്. കാലിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനോ പുറത്തു പോകാനോ കഴിയാതെയായി. ഫാമിലിയുമായും ഒരുമിച്ചൊരു വെക്കേഷനൊക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു, അതെല്ലാം കൊള്ളമായി. ഈ സ്മിത്തിൻ്റെ മകൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അന്നത്തെ ആ ദിവസത്തെ സംഭവങ്ങളുടെ കാരണങ്ങളെല്ലാം മനസ്സിൽ കിടന്ന് അങ്ങ് അലട്ടി എക്സാമിന് മാർക്ക് നല്ലവണ്ണം അങ്ങോട്ട് കുറഞ്ഞു. കുട്ടിയുടെ ടീച്ചർ സ്മിത്തിനെ വിളിച്ചിട്ട് ഒരു മീറ്റിങ്ങിന് വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷം സ്മിത്തിന് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടായി. എപ്പോഴും ഒരു ഏകാന്തത മനസ്സിൽ ഫീൽ ചെയ്തു. ഭാര്യയോടും മകനോടുമുള്ള തൻ്റെ കരുതൽ നഷ്ടപ്പെട്ടത്, ക്ലയൻറ്റിനെ മിസ് ചെയ്യേണ്ടി വന്നതിൻ്റെ പേരിൽ ബോസിനോട് മാപ്പ് ചോദിക്കേണ്ടി വന്നത്, ബോണസ് നഷ്ടമായത്, മകൻ്റെ പഠിപ്പിനെ ബാധിക്കാൻ തുടങ്ങിയത്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ആലോചിച്ച് അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി. യഥാർത്ഥത്തിൽ ആ വാച്ച് പൊട്ടിപ്പോയതുകൊണ്ട് 10% നഷ്ടം മാത്രമേ സ്മിത്തിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാരണം 90% കൂടുതൽ നഷ്ടം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായി. ഈ കഥ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നതാണ് ഈ സ്റ്റോറി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് എത്രമാത്രം ഡിസ്ട്രക്റ്റീവ് ആകാം എന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണിത്. നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നതിലല്ല, മറിച്ച് അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബാക്കിയുള്ള ജീവിതം നിർണ്ണയിക്കപ്പെടുന്നത്. എന്ത് സംഭവിച്ചാലും അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും മോശമാക്കുന്നതും നല്ലതാക്കുന്നതും. അതുകൊണ്ട് എന്ത് സാഹചര്യമുണ്ടായാലും അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ മൈൻഡ്ഫുള്ളായിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കണം. 2, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയോ ടാഗ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. താങ്ക് യു. ബൈ. 43 quintillion possible configurations of the